കൂട്ടുകാർ ഇല്ലെങ്കിലും എനിക്കങ്ങ് ജീവിക്കാൻ അറിയാം എന്ന ഒരു വല്ലാത്ത മുട്ടാപ്പോക്ക് ന്യായമാണ് ഇവരെപ്പോഴും നിരത്തുന്നത്. ഒരു പരസ്പരം വിധേയത്വവും ആശ്രയത്വവും ഒക്കെ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. നമുക്ക് തിരിച്ചറിയാം മറ്റുള്ളവരോടുള്ള നമ്മളുടെ ബന്ധം ഒരു പരാജയമാണോ എന്നുള്ളത്. ഇവന്റെ DP നോക്കിക്കേ, പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആയി ഇവന്. അടിപൊളി സ്റ്റാറ്റസ്. ചുമ്മാ അല്ല ഇപ്പൊ നമ്മളെ ഒന്നും ഒരു മൈൻഡും ഇല്ലാത്ത എന്തൊരു സാധനം ഇവൻ. എന്താ എന്ത് തന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? എന്നാലും എന്തൊരു കഷ്ടോ ഇത്. പാവം, ഞാൻ കണ്ടിട്ട് തന്നെ അസൂയ തോന്നുന്നു. എന്താ പ്രശ്നം? പറയാനുണ്ടെങ്കിൽ നേരെ മുഖത്ത് നോക്കി പറ. ഞാൻ തന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ? എനിക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ഇത് തന്നെ എന്റെ പ്രശ്നം. ഞാൻ എന്റെ ഫ്രണ്ടിനെ എടുത്ത് നോക്കിയപ്പോ ഇപ്പൊ നമ്മളെ ഒന്നും ഒരു മൈൻഡും ഇല്ല. പുതിയ ആൾക്കാരുടെ കൂടെ സ്റ്റാറ്റസ് ഇടുന്നു, DP ഇടുന്നു, കണ്ടിട്ട് തന്നെ എനിക്ക് അസൂയ തോന്നുന്നു. ഇത് തന്നെ എന്റെ പ്രശ്നം. നമ്മൾ എന്ത് ചെയ്യും ഇനി? എനിക്കറിയത്തില്ല അതെന്താ അങ്ങനെ. ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ മാത്രമാണ് അല്ല, എല്ലാ റിലേഷൻസിലും എനിക്ക് ഇങ്ങനെയാന്നേ. അതെന്താ അപ്പൊ അതങ്ങനെ? അതെന്തെങ്കിലും ഒരു പ്രശ്നമാണോ? എനിക്ക് തോന്നിയിട്ടുണ്ടോ പ്രശ്നമെന്ന്? പ്രശ്നമായിരിക്കോ? അതെ, കാരണം എനിക്ക് നമുക്കൊരു കോൾ ചെയ്യാൻ ആരുമില്ല, ഒരു മെസ്സേജ് അയക്കാൻ ആരുമില്ല. ഇതൊരു പ്രശ്നം തന്നെയാണ്. സത്യം. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും? എനിക്കറിയാൻ പാടില്ല. പ്രശ്നമാണ്, ഇതൊരു പ്രശ്നം തന്നെയാണ്. ഇതിൻ്റെ പുറകിലുള്ള ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഇവർക്ക് പരസ്പരം ബന്ധങ്ങൾ നിലനിർത്താനുള്ള കഴിവില്ല. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കില്ല് വളരെ കുറവാണ്. അത് അവരുടെ ഒരു പോരായ്മ തന്നെയാണ്. കാരണം സാമൂഹ്യമായിട്ടുള്ള ഇടപാടുകളിൽ ഇവർ വളരെ പ്രശ്നക്കാരാണ്. കൂട്ടുകാർ ഇല്ലെങ്കിലും എനിക്കങ്ങ് ജീവിക്കാൻ അറിയാം എന്ന ഒരു വല്ലാത്ത മുട്ടാപ്പോക്ക് ന്യായമാണ് ഇവരെപ്പോഴും നിരത്തുന്നത്. അതുകൊണ്ടൊരു കാര്യമില്ല. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഒരു പരസ്പരം വിധേയത്വവും ആശ്രയത്വവും ഒക്കെ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഈ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും അവർക്ക് സ്ട്രെസ്സോ വിഷാദമോ ചില നെഗറ്റീവ് ഇമോഷൻസോ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കിയേക്കാം. അത് ഇങ്ങനെ തുടർന്നു പോയാൽ ആത്മഹത്യാ പ്രവണതയിൽ വരെ ഉണ്ടായേക്കാം. നമുക്ക് തിരിച്ചറിയാം മറ്റുള്ളവരോടുള്ള നമ്മളുടെ ബന്ധം ഒരു പരാജയമാണോ എന്നുള്ളത്. അത് ചിലപ്പോൾ നമുക്ക് തനിയെ ശ്രമിച്ചാൽ മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്കും തിരിച്ചറിയാം മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ ഒരു പരാജയമാണോ എന്ന്. ചിലപ്പോൾ നമുക്കിത് സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഞങ്ങളുമായി കണക്റ്റ് ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റത്തിൻ്റെ ഒരു കാരണമാകട്ടെ അത്. കാരണം പരസ്പരമുള്ള ബന്ധം, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ഹ്യൂമൻ ലൈഫ്. താങ്ക് യു.